ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദർശിൻ്റെ കൂടെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി വന്ന നയന മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ അനുഗ്രഹം മേടിക്കുമ്പോൾ മുത്തശ്ശൻ പറയും, ഇന്ന് മോള് ഓഫീസിലേക്ക് പോകാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് ദേവയാനിയാണ്. അതുകൊണ്ട് ഇവിടെ ആരുടെ അനുഗ്രഹത്തെക്കാൾ വലുത് ദേവയാനിയുടെ അനുഗ്രഹമാണെന്ന് പറയും. അപ്പോൾ നയന ചെന്ന് ദേവയാനിയുടെ കാലയിൽ പിടിച്ച് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞ് ദേവയാനിയെ ഒന്നും മിണ്ടാതെ അനങ്ങാതങ്ങ് നിൽക്കുന്നൊക്കെയുണ്ട്. നീ അങ്ങ് എത്രയും പെട്ടെന്ന് അങ്ങ് പോയാൽ മതി, ഞാൻ നിന്നെ പിടിച്ചൊന്നും നിർത്താനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് നിൻ്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ഇപ്പോൾ ഓഫീസിലേക്ക് പറഞ്ഞു വിടുന്നതെന്നൊക്കെ പറയും. അന്നേരത്തേനും മുത്തശ്ശി പറയുന്നുണ്ട്, മോളൊരു നല്ല കാര്യത്തിന് ഇറങ്ങുകയല്ലേ ദേവയാനി, അതുകൊണ്ട് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നതിന് പകരം എന്തൊക്കെ ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കും. ഞാൻ അതിന് ഇവളെ തടസ്സപ്പെടുത്തിയൊന്നും ഇല്ലല്ലോ, ഇവൾ വലിയ ഡിസൈനറൊക്കെ അല്ലേ, ഇവൾ പോയി കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യട്ടെ, നല്ല ശമ്പളവും കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേന് നയന പറയും, എനിക്ക് ശമ്പളമൊന്നും വേണ്ട, ഞാൻ ശമ്പളത്തിന് വേണ്ടിയൊന്നും അല്ല ജോലി ചെയ്യുന്നതൊക്കെ, അതൊന്നും വേണ്ട, ഇവിടെ ആരെയും ഫ്രീ സർവീസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നയനെ എത്രയും പെട്ടെന്ന് ആദർശിൻ്റെ കൂടെ പോകാൻ പറഞ്ഞ് വിടുന്നുണ്ട്. ആദർശ് നയനയും വെളിയിലേക്ക് വരുമ്പോഴത്തേന് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നീ അവിടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന്. അമ്മ പറഞ്ഞത് കേട്ടല്ലോ, ഇനി എൻ്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുകയും ഞാൻ ആദർശേട്ടനെ ജോലിയിൽ തടസ്സപ്പെടുത്തുക വല്ലതും ചെയ്താൽ എന്നെ തിരിച്ച് വീട്ടിലിരുത്തുമെന്നാണ് പറഞ്ഞ്, അതുകൊണ്ട് ഇനി അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട കേട്ടോ എന്ന് പറയും. നീ എന്നെ ശല്യപ്പെടുത്തുകയൊന്നും വേണ്ട, ഞാൻ നിന്നെ ശല്യപ്പെടുത്തിക്കോളാമെന്ന് ആദർശ് പറയും. അത് കേൾക്കുമ്പോഴത്തേന് നയനെ അങ്ങ് ചിരിക്കും. എന്നാ പറയും, ഉറക്ക ചിരിക്കൊന്നും വേണ്ട, ചിരി കേട്ട് അമ്മ എങ്ങാനും പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓഫീസിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് അതേ നാക്കുകൊണ്ട് അകത്തോട്ട് കയറി പോകാൻ പറയുമെന്ന് പറയും. എന്നിട്ട് ഇവർ രണ്ടുപേരും ഇറങ്ങി കാറിൽ കയറി അങ്ങ് പോകും. ഇവർ പോകുന്ന ഒച്ച കേട്ട് കഴിയുമ്പോഴത്തേന് ദേവയാനി മനസ്സിൽ ഓർക്കുന്നുണ്ട്, മുത്തശ്ശൻ പറഞ്ഞ പോലെ ഇനി ഇവളുടെ പേരിൽ ഞാനും ഈ കുടുംബവും അറിയപ്പെടാൻ ഇടവരണേ ദൈവമേ, മോള് പോയി നല്ല സക്സസ് ആയി വരണമെന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ പോയി കഴിയുന്ന ഉടനെ ദേവയാനിയോട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, നീ എടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ് നയന മോളെ ആദർശിൻ്റെ കൂടെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത്, അതെന്തായാലും നന്നായെന്നൊക്കെ പറയും. എനിക്കെന്തായാലും അവളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല, അത് കാരണമാണെന്ന് പറഞ്ഞിട്ട് ദേവേനെ അകത്തോട്ട് പോകാൻ നേരത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് ആ കരൾ തന്ന പെൺകുട്ടിയും ഭർത്താവ് എന്നാ ജോലി കഴിഞ്ഞ് വരുന്നെന്ന് അറിയാവോ അച്ഛനും അമ്മയ്ക്കുമെന്ന്. ഉടനെ ഇവരുടെ രണ്ടുപേരെയും ചിരിയൊക്കെ അങ്ങ് നിൽക്കും. എന്നിട്ട് ഇവർ പറയും, അതറിയത്തില്ല, അതെല്ലാം ആദർശിന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ദേവേനി അകത്തേക്ക് അങ്ങ് പോകും. അന്നേരം പോകുന്ന വഴിക്ക് പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും അവരെ കണ്ടേ പറ്റത്തുള്ളൂ. അപ്പം മുത്തശ്ശി പറയും, അത് അവൾ മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞിട്ടല്ലേ, ഇപ്പോഴും അത് മനസ്സിൽ കൊണ്ട് നടക്കുകയാണോ എന്ന്. ഉടനെ മുത്തശ്ശൻ പറയും, എത്രയൊക്കെ ആയാലും ജീവൻ രക്ഷിച്ച പെൺകുട്ടിയല്ലേ, അതിനെ കാണണമെന്ന് അവൾ ആഗ്രഹിക്കുന്ന ഈ തെറ്റൊന്നും പറയാനില്ലെന്ന്. വണ്ടിയെ പോകുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി, നിന്നെ ഓഫീസിലേക്ക് പറഞ്ഞു വിടുന്നത് നിനക്ക് നിൻ്റെ കഴിവുകളൊക്കെ പുറത്തെടുക്കാനായിട്ട് പറ്റുമല്ലോ എന്നൊക്കെ. അപ്പം നയന പറയും, എന്നാലും അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ സ്വഭാവമൊക്കെ ഇങ്ങനെ മാറ്റാൻ പറ്റിയെന്നാണ് ഞാൻ ഓർക്കുന്നതെന്ന്. അത് അമ്മ കഴിഞ്ഞ ദിവസം പുരോഹിതനെ കാണാൻ പോയി എന്നൊക്കെ മുത്തശ്ശനൊക്കെ പറയുന്നത് കേട്ടു. പുരോഹിതൻ പറഞ്ഞു കൊടുത്തതനുസരിച്ചായിരിക്കും. പിന്നെ കുടുംബക്ഷേത്രത്തിലും പോയിരുന്നു, അവിടെയും പൂജാരിയൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു, നിന്നെ ദ്രോഹിക്കരുത്, ദ്രോഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാവുമെന്ന്. അത് കേട്ടായിരിക്കും ചിലപ്പോൾ അമ്മ അങ്ങ് പൂർണ്ണമായും മാറാൻ തീരുമാനിച്ചെന്ന് പറയും. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നൊക്കെ നായന ഇങ്ങനെ പറയും. പിന്നീട് കാണിക്കുന്നത് ജാനകിയും ജലജയും അഭിയയാണ്. ഇവർക്ക് 3 പേർക്കും നയന ഓഫീസിലേക്ക് പോയത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, പ്രത്യേകിച്ചും ജാനകിക്ക്. ജാനകിയുടെ മരുമോളെ ഓഫീസിലേക്ക് കൊണ്ടുപോയില്ലല്ലോ, അത് കാരണമാണ്. പിന്നെ ജലജ പറയുന്നുണ്ട്, ഏട്ടത്തി ഇങ്ങനെയൊക്കെ സ്വഭാവം മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല, എന്തോ മനസ്സിൽ കരുതിയിട്ടായിരിക്കും ഏട്ടത്തി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അല്ലാതെ ഇപ്പം മരുമോളെ ഇങ്ങനെ സ്നേഹിക്കാനൊന്നും വഴിയില്ല. പിന്നെ ഓഫീസിൽ പറഞ്ഞു വിട്ടിട്ട് പിന്നീട് എപ്പോഴേലും ചിലപ്പം തിരിച്ച് വീട്ടിൽ കയറ്റാനോ അല്ലെ അതുപോലെ എന്തെങ്കിലും പണി കൊടുക്കാനോ ആയിരിക്കും ഏട്ടത്തി അസുഖമായി കിടന്നത്. നയന കാച്ചി വെച്ച പാല് കുടിച്ചിട്ടാണല്ലോ, അത് കാരണം അതിനുള്ള പ്രതികാരം വീട്ടാനായിട്ടായിരിക്കും ഏട്ടത്തി ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ജലജ പറയും. ഏട്ടത്തിയാണ് പൂർണ്ണമായിട്ടും മാറി, ഇപ്പോൾ അടുക്കളപ്പണി മുഴുവൻ ഏട്ടത്തിയാണ് ചെയ്യുന്നത്, നമ്മളാണ് ജസ്റ്റ് സഹായിക്കാനൊക്കെ ചെല്ലുന്നതല്ലേ ഉള്ളൂ, എല്ലാ പണികളും ഏട്ടത്തി
ഏട്ടത്തി ഒറ്റയ്ക്ക് ചെയ്യും. ഇപ്പം അതിനൊന്നും ഒരു പരാതിയുമില്ല ഏട്ടത്തിക്ക്. പണ്ട് അമ്മയെ നമ്മൾ സഹായിച്ചിരുന്ന പോലെ തന്നെയാണ് ഇപ്പം ഏട്ടത്തി ചെയ്യുന്നത്. പിന്നെ എങ്ങനെയും ഇവളുമാരെ ഒന്ന് പുറത്തിറക്കി വിട്ടാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴത്തേന് അഭി പറയുന്നുണ്ട്, എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എങ്ങനെയാണ് ഇവളുമാർ പുറത്ത് പോകത്തില്ല, അമ്മായി ഇങ്ങനെ സ്വഭാവം മാറ്റുമെന്ന് ആര് വിചാരിച്ചു എന്നൊക്കെ. അപ്പോഴത്തേന് ജാനകി പറയും, ഇവളുമാരെ രണ്ടുപേരെയും എങ്ങനെയും പുറത്തിറക്കി വിടണം. എൻ്റെ മരുമോളാണെങ്കിൽ ഇവർ കാരണം ശ്വാസം മുട്ടിയ ജീവിക്കുന്നു പറഞ്ഞ് കലിപ്പിച്ചിറങ്ങി അങ്ങ് പോകും. അന്നേരത്തേന് ജലജ പറയുന്നുണ്ട്, ഇവളുടെ മകൾ കാരണം നമ്മളവിടെ കിടന്ന് ശ്വാസം മുട്ടുന്നത്, അവളൂടെ പോകണമായിരുന്നെന്ന് പറയും. അപ്പോൾ അഭി പറയും, ഈ മൂന്നെണ്ണത്തിന് എങ്ങനെയും ഇവിടുന്ന് അടിച്ചിറക്കി വിടുമായിരുന്നെങ്കിൽ നമുക്കൊരു മനസ്സമാധാനത്തോടെ ജീവിക്കാമായിരുന്നല്ലേന്ന്. അതിന് നിനക്കൊരു കഴിവില്ലല്ലോ. ഇവിടെ നയനയും അനാമികയും പ്രഗ്നൻ്റ് ഒന്നും ആയിട്ടില്ല, അവർ വിശേഷം അറിയിച്ചിട്ടുമില്ല. അത് കാരണം അവർക്ക് എങ്ങനെയും ഇറക്കി വിടാമെന്ന് വെക്കാം. പക്ഷേ നിൻ്റെ ഭാര്യ അങ്ങനെയല്ല, പ്രസവത്തോട് അടുത്ത് നിൽക്കുന്നതാണ്. ആ കുട്ടിയെ കളയാൻ പറ്റത്തില്ല, അവളെ ഇനി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നീ ശരിക്കും പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനൊരു കഴിവില്ലാത്തവനാണല്ലോ എൻ്റെ മോനായി പോയെന്നൊക്കെ പറഞ്ഞ് ജലജയെ ഇറങ്ങി അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നത് നയനെ ആദർശം ഓഫീസിലേക്ക് വരുന്നതാണ്. നയനയ്ക്ക് പൂച്ചെണ്ടൊക്കെ കൊടുത്ത് ഓഫീസിലുള്ളവരെല്ലാവരും വെൽക്കം ചെയ്യുകയൊക്കെ ചെയ്യും. നയന താങ്ക്സ് ഒക്കെ പറഞ്ഞ് എല്ലാവരോടും സന്തോഷത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി മുതൽ ഇവിടുത്തെ ചീഫ് ഡിസൈനർ നയനയായിരിക്കും എന്നൊക്കെ ആദർശ് പറയുമ്പോൾ എല്ലാവരും പറയും, ഒരുപാട് സന്തോഷമുണ്ട്, ഞങ്ങളിത് ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ആദർശ് പറയും, ഇനി എന്നാൽ എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി അനുഗ്രഹത്തോടും കൂടി ചീഫ് ഡിസൈനറായിട്ട് നയന ചാർജ് എടുക്കുകയാണെന്ന് പറയും. അപ്പോൾ എല്ലാവരും കൈയൊക്കെ അടിക്കുന്നുണ്ട്. സന്തോഷത്തോടെ ഇവർ രണ്ടുപേരും ക്യാബിനിലേക്ക് പോകുന്നുണ്ട്. അപ്പം നയനയ്ക്ക് സ്വന്തമായിട്ടൊരു ക്യാബിനൊക്കെ കൊടുത്തപ്പം നയന പറയും, ഞാൻ ഓർത്തു ആദർശേട്ടൻ്റെ മുറിയിലൊരു ടേബിൾ ഇട്ട് തരത്തേ ഉള്ളായിരിക്കും, എനിക്ക് ആയിട്ട് ഒരു ക്യാബിനൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കും. അത് പിന്നെ ഞാൻ നിന്നെ എൻ്റെ മുറി വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ, ജോലി നടക്കുകയില്ല. അത് നമ്മളുടെ കമ്പനിയുടെ എല്ലാത്തിനെയും ബിസിനസ്സിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് നീ ഒരു ക്യാബിനിട്ട് അങ്ങ് ഇരുന്നാൽ മതി, നിൻ്റെ വർക്ക് നന്നായിട്ട് നടന്നുള്ളൂ എന്നൊക്കെ പറയും. എന്നിട്ട് ഇവർ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇത് എനിക്ക് റൂമിലിരിക്കുമ്പോൾ കാണാനാന്നൊക്കെ ആദർശ് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നീ നമ്മളുടെ കമ്പനിക്ക് വേണ്ടി നല്ല നല്ല ഡിസൈനൊക്കെ വരയ്ക്കണം, അത് നമുക്ക് മാർക്കറ്റ് ചെയ്താൽ നല്ല ലാഭമൊക്കെ കിട്ടും, അതനുസരിച്ച് നിൻ്റെ സാലറിയിലും ഒക്കെ വർധനവുണ്ടാകും എന്നൊക്കെ പറയുമ്പോഴത്തേനും നയന പറയുന്നുണ്ട്, ഞാൻ സാലറിക്ക് വേണ്ടിയൊന്നും അല്ല വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയും. അത് പിന്നെ എല്ലാവർക്കും ഇവിടെ സാലറി ഉണ്ട്, അതുകൊണ്ട് അതനുസരിച്ച് നിനക്കും നല്ല സാലറിയൊക്കെ കിട്ടും. നീ മാത്രമല്ലല്ലോ, ഞാനും സാലറി മേടിച്ചല്ലേ ഇവിടെ നിൽക്കുന്നത്. ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല, അമ്മയുടെയും അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും എല്ലാവരുടെയും അഭിപ്രായമാണെന്ന് പറയും. പിന്നീട് ഉച്ചയ്ക്ക് ഇവർ ഫുഡ് കഴിക്കുകയാണ്. അപ്പം ഒരുപാട് ടേസ്റ്റുള്ള ഫുഡാണെന്നൊക്കെ പറഞ്ഞ് നയന ദേവയാനിയുടെ ഫുഡിനെയൊക്കെ വാഴ്ത്തുന്നുണ്ട്. അമ്മയെ വിളിച്ച് പറഞ്ഞാലോ നല്ലതാണെന്ന്. അയ്യോ വേണ്ട, നീ ഇനി അത് പറഞ്ഞെന്ന് പറഞ്ഞ് അമ്മ പിന്നെ നാളെ തൊട്ട് ഫുഡ് കൂടെ തന്നു വിടത്തില്ല എന്നുള്ള പരുവത്തിലൊക്കെ ആദർശ് പറയും. അമ്മ എന്നാണ് നന്നായിട്ട് ഇപ്പം ഫുഡൊക്കെ വെക്കുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും വന്നിട്ട് പരസ്പരം വാരിയൊക്കെ കൊടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവയാനി റൂമിലിരുന്ന് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് വിളിക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിരിക്കും. അല്ലെ വിളിച്ചാൽ എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അങ്ങ് വിളിക്കും. നയനെ വിളിക്കുമ്പോൾ നയനെ അമ്മയാണല്ലോ വിളിച്ചെന്ന് പറഞ്ഞ് ചാടി എണ്ണിക്കുന്നുണ്ട്. എന്നിട്ട് ഫോൺ എടുത്ത് അമ്മയെ എന്ന് പറയുന്നുടനെ പറയും, ഫുഡ് കഴിച്ചോന്ന്. കഴിച്ചായിരുന്നു അമ്മയെ, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പുകഴ്ത്തിയൊക്കെ പറയും. അത് ദേവയാനിക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അന്നേരം ദേവയാനി ചോദിക്കും, എൻ്റെ മോൻ പറഞ്ഞോന്ന് ചോദിക്കും. ആദർശേട്ടനും പറഞ്ഞ് അമ്മയെ എന്ന് പറയും. എൻ്റെ മോൻ ഫുഡ് കഴിച്ചോന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചെന്ന് പറയും. ആദർശേട്ടനും കഴിച്ചു, ഞാനും കഴിച്ചു. ഇപ്പം നല്ല ടേസ്റ്റുള്ള കറിയൊക്കെ ആയിരുന്നു, കാരണം ചോറ് തികഞ്ഞില്ലെന്ന് തോന്നിയെന്ന് പറയും. അതെന്താ അവൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. അത് ആദർശേട്ടനല്ല തോന്നിയത്, എനിക്കാണ് തോന്നിയത്, ചോറ് കുറഞ്ഞു പോയെന്ന് പറയും. പെൺപിള്ളേരങ്ങനെ ഒരുപാട് ഫുഡൊന്നും കഴിക്കണ്ട, ചീർത്തൊക്കെ വരും, അത് കാരണം എൻ്റെ മോൻ്റെ അഭിപ്രായം ഒക്കെ അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. നീ ഇപ്പോൾ എവിടെ എന്ത് ചെയ്യുക, എൻ്റെ മോൻ്റെ ക്യാബിനിലാണോ എന്നൊക്കെ ചോദിക്കും. അല്ല, ഞാൻ റൂമിലാണ്, എനിക്ക് ക്യാബിനുണ്ടല്ലോ, അവിടെ ഇരുന്ന് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്, ആദർശേട്ടനപ്പുറത്ത് ക്യാബിനിലുണ്ട്, വിളിക്കണമെന്നൊക്കെ ചോദിക്കും. വേണ്ട, അവനെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ നിന്നെ വിളിച്ചതെന്നൊക്കെ പറയും. എന്നാൽ ശരിയമ്മ എന്ന് പറഞ്ഞ് ഇവർ ഫോൺ വെക്കുന്നുണ്ട്. നയന ദേവയാനി വിളിച്ചതിൻ്റെ സന്തോഷത്തിലും നയനെ വിളിച്ച് സംസാരിച്ചതിൻ്റെ സന്തോഷത്തിൽ ദേവയാനി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി അടുക്കളയിലേക്ക് വരുമ്പോഴത്തേന് ദേവയാനി നിന്ന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
അപ്പം മുത്തശ്ശി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്ത് പോലും ഇവളിങ്ങനെ അടുക്കള കയറി നിന്ന് പണിതിട്ടില്ല, ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ലല്ലോ, ഭയങ്കര പണിയാണല്ലോ എന്ന്. എന്നിട്ട് വന്ന് ചോദിക്കും, എന്തിനാ ദേവയാനി രാവിലെ തുടങ്ങിയ അടുക്കള പണിയല്ലേ, എത്ര നേരമായി നീ ഇങ്ങനെയൊക്കെ നിന്ന് കഷ്ടപ്പെടുന്നത്, എന്തിനാ ഇങ്ങനെ ഒത്തിരി പണിയെന്നൊക്കെ ചോദിക്കും. അത് അമ്മയെ ഇപ്പോൾ ആദർശമൊക്കെ വരില്ലേ, അന്നേരം അവർ വരുമ്പോഴത്തേന് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണം. നയന ഇവിടെ ഉണ്ടായിരുന്നപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. ഇപ്പോൾ നയനെ ഞാൻ പറഞ്ഞു വിട്ട കാരണം അവൻ വരുമ്പോൾ ഒന്നും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ അവൻ ചിലപ്പോൾ അവളെ ഇവിടെ നിർത്തിയിട്ട് പോയാലോ, അവളെ പിന്നെ ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുമെന്ന് പറയും. എന്തായാലും ഇനി അവളെ ഇവിടെ നിർത്തിയിട്ടൊന്നും പോകത്തില്ല എന്നും മുത്തശ്ശിയും പറയുന്നുണ്ട്. എന്നാലും അമ്മ ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ അവർ വന്ന് കഴിച്ചിട്ട് പിന്നെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാലോ എന്ന് പറയും. എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നീ ഉണ്ടാക്കുന്നതല്ലേ, നിൻ്റെ മകനും മരുമോളും അതിലൊരു കുറ്റവും പറയാതെ അമൃത് പോലെ കഴിച്ചോളൂ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. എന്നാലും അമ്മ നോക്ക്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിച്ചിട്ട് ആദർശ് പറയുക നയന ഉണ്ടാക്കിയ അതിൻ്റെ അത്രയും ടേസ്റ്റ് ഇല്ല എന്നെങ്ങാനും പറഞ്ഞാൽ എനിക്കത് വിഷമമാകും എന്ന് പറയുന്നുണ്ട്. അവൻ അങ്ങനെ പറയില്ല എന്ന് പറയുമ്പോഴും ദേവേനെ അങ്ങ് നിർബന്ധിക്കുകയാണ് മുത്തശ്ശിയെ, അമ്മ കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞ്. അപ്പം മുത്തശ്ശി എടുത്ത് ഒരു പലഹാരം എടുത്ത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നീ എന്തായാലും ഇപ്പം അറിഞ്ഞാണല്ലോ ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോഴത്തേന് ദേവയാനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ദേവയാനി മുത്തശ്ശിയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.